അപ്പോൾ ഇന്ന് നല്ല പ്രസന്നമായ കാലാവസ്ഥയാണ് രാവിലെ. അപ്പം അവിടെ മഴയൊക്കെ ആയതോടെ സെലിൻ ചേച്ചി ചക്ക പറിക്കാത്തതുകൊണ്ട് എലിക്കുട്ടിയമ്മ കാണാത്ത 2 ചക്കകൾ അവിടെ വീണ് കിടപ്പുണ്ട്. ഇപ്പുറത്തൊരെണ്ണം കൂടെ വീണ് കിടപ്പുണ്ട്. അത് മുകളിലുള്ള ചക്കയായിരുന്നേ, ഒരിക്കലും പറിക്കാൻ പാടുള്ള ചക്കയായിരുന്നു. മഴയും കൂടെ പെയ്തപ്പം കാറ്റൊക്കെ ഉണ്ടായി എല്ലാം കൂടെ പൊഴിഞ്ഞ് താഴോട്ട് വീണു. അമ്മ അത് കണ്ടിട്ടില്ലാണ് കൂടുതൽ അടക്കുന്നത്. താഴെ ഉണ്ടായിരുന്നെല്ലാം പറിച്ചായിരുന്നു. അപ്പോൾ ഇന്ന് നല്ല പ്രസന്നമായ കാലാവസ്ഥയാണ്. അപ്പോൾ ഇന്ന് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അപ്പോൾ ഇന്ന് ജോമോൾ അടുക്കളയിൽ എന്തോ പുതിയൊരു പരിപാടി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അതൊന്ന് കാണിച്ചേക്കാം. അപ്പം നമ്മുടെ എലിക്കുട്ടിയമ്മ രാവിലെ ഏറ്റവും ഒന്ന് നടന്നിട്ട് ഇവിടെ വന്ന് കുത്തിരിക്കുകയാണ്. രാവിലെ ഉഷാറാണെങ്കിൽ രാവിലെ വട്ടത്തിലൊക്കെ ഒന്ന് നടക്കും. പരിക്കാത്ത കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ചില്ലെങ്കിൽ പോയി നോക്കും, വണ്ടി പോകണം നോക്കും, എല്ലാം നോക്കിയിരുന്നിട്ട് ഇപ്പോൾ വന്നിരുന്നൊരു ചെറിയ മുക്കിലും മൂളലൊക്കെ ഉണ്ട്. എന്നാ പറ്റി? എന്നൊരു മുക്കിലും മൂളലൊക്കെ എന്നാ പറ്റിയെന്ന് ഒന്നും മിണ്ടുന്നില്ലല്ലോ. എന്നാ അത് മുളിക്കൊണ്ടിരാ മുക്കണേനായിരുന്നു. ഇപ്പം അമ്മയ്ക്ക് അതെന്താ ചെയ്യുന്നതെന്നുള്ള ഓർമ്മയില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടാന്ന് തോന്നുന്നു. മുക്കുന്ന എന്തിനാ നോക്കണേ? ഷോ മൂളുന്നുണ്ടല്ലോ. മുള്ളിയേച്ചു വാ. ഇപ്പം അതേ പറ്റുള്ളൂ. ഇപ്പം പറഞ്ഞതൊന്നും കേൾക്കുന്നില്ല. ചെവി ഒത്തിരി പുറകോട്ട് പോയെന്ന് സംശയമുണ്ട്. ഞാൻ പറയുമ്പോഴാണ് കൂടുതൽ കേൾക്കാത്ത എന്തായാലും. അപ്പം അങ്ങനെ ഇരിക്കുവാണ്. ഇന്നലേക്ക് തണുപ്പും ഉണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ ആയിരിക്കും അതിൽ ചരിയേക്കാം. അപ്പോൾ ഇവിടെ ജോമോളെന്തോ പരിപാടി ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് അടുക്കളയിൽ എന്തോ പരിപാടി ചെയ്യുന്നുണ്ട്. ചക്കപ്പുഴുക്ക് അതാണോ അത്ര കാര്യം? അതിന് കാര്യമുണ്ട്. ഉണ്ടോ? എന്താണെന്നറിയാം, മഴക്കാലമായി കഴിഞ്ഞാൽ ചക്ക പുഴുങ്ങിയാൽ ഒരു സുഖമില്ല, അതായത് രുചിയില്ലെന്നൊരു വെള്ളക്കോളാണ്. ആണോ? വേനൽക്കാലത്ത് ചക്ക പുഴുങ്ങി കഴിയുമ്പോഴത്തേക്കും നല്ലതല്ലേ. അപ്പൊ അതുപോലെയുള്ള ഒരു ടേസ്റ്റ് കിട്ടുന്നില്ല മഴക്കാലമായി കഴിയുമ്പോൾ. വെള്ളച്ചോവയാണ്, പുഴുങ്ങിയാൽ കുഴഞ്ഞു പോകും. അങ്ങനെയൊക്കെ എല്ലാരും പറയുന്നുണ്ട്. അപ്പൊ അറിയാവുന്നവരുണ്ടായിരിക്കും, കുറെ പേർക്കൊക്കെ അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയിട്ടാട്ടെ ഈ പറയുന്നത്. അപ്പം ചക്ക നമ്മൾ ആവിയിൽ വേവിക്കണം. അതായത് അപ്പച്ചെമ്പിന്റെ തട്ടിയിൽ വെച്ച് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അപ്പച്ചെമ്പിനകത്ത് വെള്ളം വെക്കുക, നമ്മൾ ആവിയിൽ പുഴുങ്ങിയെടുക്കുകയല്ലേ, അതുപോലെ ചക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട് തട്ടില്. ഇനി ഇത് ആവിയിൽ പുഴുങ്ങിയെടുക്കണം. സാറിന് നമ്മൾ പുഴുങ്ങുന്ന കലത്തിൽ വെച്ചിട്ട് വെള്ളം ഒഴിച്ച് പുഴുങ്ങും, അല്ലെങ്കിൽ കുക്കറിന്റെ അകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പുഴുങ്ങിടുക. അത് വേനൽക്കാലത്തൊക്കെ കുക്കറിനകത്ത് പുഴുങ്ങുന്നതായിരിക്കും നല്ലത്, വേഗം ഇച്ചിരി പാടല്ലേ. അതുകൊണ്ട് മഴക്കാലത്ത് ഈ വെള്ളം പിടിച്ചു കഴിഞ്ഞാൽ ചക്ക ഇങ്ങനെ പുഴുങ്ങുവാണെങ്കിൽ നമ്മൾ വേനൽക്കാലത്ത് പുഴുങ്ങുന്ന പോലെ തന്നെ ഒട്ടും അതിന്റെ ടേസ്റ്റ് നഷ്ടപ്പെടാതെ നമുക്ക് കഴിക്കാൻ പറ്റും. ഞാനത് പുഴുങ്ങി നിങ്ങളെ കാണിച്ചു. വെള്ളക്കോളമുള്ള ചക്കയാണേലും വെള്ളക്കോളമുള്ള ചക്കയായാലും പുഴുങ്ങിയാൽ അതിന്റെ ടേസ്റ്റ് വ്യത്യാസം വരുന്നില്ല. നല്ല വേനൽക്കാലത്ത് എങ്ങനെ ചക്ക നമ്മൾ കഴിക്കുന്നു അതുപോലെ തന്നെ ഇരിക്കും. ഇപ്പൊ മഴക്കാലം ചക്കയില്ലല്ലോ. ചക്ക മഴക്കാലം ഉണ്ട്, ചക്ക ഉള്ളതൊക്കെ ഉണ്ട്. പക്ഷെ അത് മഴ പിടിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ വെള്ളക്കോളാണ്, അത് ടേസ്റ്റ് ഇല്ലെന്നൊക്കെ പറയുന്നുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. ഇങ്ങനെ അറിയാൻ മേലെങ്കിൽ ഒന്ന് ഇതുപോലെ ചെയ്ത് നോക്കും. നമുക്കിവിടെ മഴക്കാലത്ത് ചക്ക ഉണ്ട് കേട്ടോ. ഇത്തവണ നേരത്തെ ആയിപ്പോയി. നമ്മുടെ ഈ നിങ്ങൾ കണ്ടും അടുത്ത ആണെങ്കിലും നമ്മൾ കാണിച്ചേക്കാം. ഇത്തവണ ചക്ക ഞങ്ങളുടെ ഇത് സാറിന് ആഗസ്റ്റിലൊക്കെയാണ്. ആഗസ്റ്റ് മുതൽ നവംബർ ഡിസംബർ വരെയൊക്കെ നമുക്ക് ഇപ്പോൾ ചക്ക കിട്ടിയിട്ടുണ്ടാകും. പക്ഷെ ഇത്തവണ അത് ചക്ക നേരത്തെ ആയിപ്പോയി. നേരത്തെ ആയിപ്പോണ്ട് എല്ലാം ഒരുമിച്ച് തന്നെ പഴുത്ത് വീഴുന്ന ഭാഗങ്ങളാണ്. അത് ഞാൻ പറഞ്ഞാണ്, നേരത്തെ എന്ന് പറഞ്ഞാൽ തോന്നുന്നു. വരുന്ന മാസമാണ് ശരിക്കും. ഞങ്ങൾ വിചാരിച്ചിരുന്ന അങ്ങനെയായിരുന്നു. പക്ഷേ ഇത് ഇച്ചിരി കണ്ടമാനം കൂടുതലായിട്ട് ചെറുതായിട്ട് ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ അത് പ്രയോജനത്തെ കൊള്ളുന്നല്ല. അത് ഇപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് പഴുത്ത് താഴെ പോകേണ്ട ഒരു കണ്ടീഷനായിപ്പോയി, ഒരുമിച്ച് മൂത്ത്. അതുകൊണ്ട് നേരത്തെ തന്നെ നമ്മൾ പറിക്കേണ്ടി വന്നു. അത് മാത്രമല്ല ഇതിന് ചുളകട്ടി എല്ലാം കുറഞ്ഞും പോയി. അത് കൂടുതലുണ്ടായതുകൊണ്ടാണോ അത് നേരത്തെ നല്ല ചൂടത്തുണ്ടായതുകൊണ്ടാണെന്ന് വരത്തില്ല. നല്ല ചൂടല്ലായിരുന്നു, നല്ല വെയിലായിരുന്നുകൊണ്ടേ. മഴയിടയ്ക്ക് പെയ്തെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടെ മുഴുത്താനാണ്. മഴക്കാലത്ത് ഒരു ഏപ്രിൽ മെയ്യിൽ അത് ഉണ്ടാകുന്നത് വരുന്നത്. മഴക്കാലത്ത് ആകുമ്പോഴത്തേക്ക് നല്ലതായിരുന്നു ചക്ക പുഴുങ്ങിയാല്. ഇപ്പം കുഴപ്പമില്ല, ആവി വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. നമ്മള് കലത്തിനകത്ത് വെള്ളം ഒഴിച്ച് സാധാരണ ചക്ക പുഴുങ്ങുന്ന പോലെ വെക്കുവാണെങ്കിൽ പൊള്ളിയല്ല. ചുളക്കട്ടി തീരെ കുറഞ്ഞു. ഏതാണ് വെച്ചത്? ചുളക്കട്ടി ഇല്ലാതെ പോയി. അതേ നല്ല ചുളക്കട്ടിയായിരുന്നു. അത് എണ്ണം വേണ്ടായിരുന്നു. 10-20 ചക്കച്ചുള ഉണ്ടെങ്കിൽ 2 പേർക്ക് 3 പേർക്ക് കഴിക്കാനുള്ള ഉണ്ടാക്കായിരുന്നു അല്ലേ? 3 പേർക്കല്ല, നല്ല കട്ടിയുള്ള ചുളയായിരുന്നു. നല്ല ആവി ഒന്ന് കേറിയാൽ മതിയായിരുന്നു. പിന്നെ ചിലപ്പോൾ പ്ലാവിന്റെ പ്രായത്തിന്റെയും കേടു വന്നു കഴിയുമ്പോൾ ഇങ്ങനെ സംഭവിക്കും പറയുന്നുണ്ട്. അതൊക്കെ ആയിരിക്കും ചിലപ്പം. സ്ഥിരമായിട്ട് ആരെങ്കിലും ചക്ക വേണമെന്നുള്ളവരുണ്ടെങ്കിൽ നേരത്തെ വരണം കേട്ടോ. ഈ മാസം കൊണ്ട് തന്നെ വരണം. വേണ്ടൊരു ഈ മാസം ആദ്യം വരണം കേട്ടോ. ഈ ജൂലൈ കൊണ്ട്
ഒന്ന് തീർക്കണം. കാരണം മിക്കവാറും നേരത്തെ തീർന്നു പോകും സാധനം. സാധാരണ നമ്മൾ ജൂലൈയിൽ അത് പറിച്ചു തുടങ്ങുന്നത്. ഞമ്മള് അറിഞ്ഞില്ലല്ലോ, നമ്മളൊരു ജൂൺ പകുതി കഴിഞ്ഞപ്പോഴാണ് മൂട്ടൊന്ന് മനസ്സിലായി. താഴെ വീഴാൻ തുടങ്ങി. താഴെ വീഴാൻ തുടങ്ങിയിട്ട് ചെന്ന് നോക്കിയപ്പോ ഇത് പിഞ്ച് പോലെയാണ് ഇരിക്കുന്നത്. മധുരവും കുറവാണ്. അപ്പൊ ഞാൻ വിചാരിച്ചത് മൂക്കാതെ വീഴുന്നതായിരിക്കും, വേനലിന്റെ എല്ലാം കൊണ്ട് കേടായി വീഴുന്നതെന്നാണ് വിചാരിച്ചത്. പിന്നെ പറഞ്ഞ പറിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് മൂത്ത്, പക്ഷെ ചുളക്ക് കട്ടിയില്ല. വേനലിൽ കണ്ടമാനം ഇതായി പോയത്. അത് ചക്കതേ അപ്പച്ചക്കയുടെ തട്ടിൽ ആവി കയറ്റാൻ വെച്ചിട്ടുണ്ട്. ആവി കയറിക്കൊണ്ടിരിക്കുന്നു. അതിനുശേഷമുള്ളതൊക്കെ കാണിക്കാം. അരപ്പ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അരപ്പ് അറിയാമല്ലോ, ചക്കയ്ക്ക് നമ്മൾ എന്തൊക്കെയാ ചേർക്കുന്നതെന്നുള്ളൂ. ആ രീതിയിലുള്ള അരപ്പ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അരപ്പൊക്കെ സാധാ ചെയ്യുന്ന പോലെ തന്നെ എല്ലാം സാധാരണ പോലെ നമ്മൾ അപ്പച്ചമ്മയുടെ തട്ടിൽ വെച്ച് ആവിയിൽ വേവിച്ചെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. വെള്ളം അതിനകത്ത് പറ്റുന്നില്ല. വേനലിൽ ഇങ്ങനെ ചെയ്യരുത് കേട്ടോ, ചക്ക വേവിയല്ല. വേനലിൽ കുക്കറിൽ വെക്കുന്നതായിരിക്കും നല്ലത്. വേനലിൽ ഡ്രൈ ആയിരിക്കും ഭയങ്കര അല്ലേ. നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ചാൽ പോലും വേഗം പാടാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ മീൻ പീര കുക്കറിനകത്ത് ഉണ്ടാക്കാമെന്ന് കാണിച്ചായിരുന്നു. അതെല്ലാവരും മുളക്, പച്ചമുളക് ചേർത്താ ഉണ്ടാക്കുന്നത്. കാന്താരി മുളക് അരച്ച് എന്താ പറയാ മീൻപീര വെച്ചാലും നല്ലതാട്ടോ. ഞാൻ അങ്ങനെ വെക്കാറുണ്ട്. പിന്നെ ചുവന്നമുളക് പൊടി ഇട്ടിട്ടും വെക്കാറുണ്ട്. ഇവിടെ പലതരത്തിലും നമുക്ക് വെക്കാം. പക്ഷെ അതാ ഉദ്ദേശിച്ചത് പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ. ഈ പച്ചമുളക് അരച്ച് ചേർത്തുന്നതായിരിക്കും ഉദ്ദേശിച്ചത്. അരിഞ്ഞിട്ടിട്ട് വെക്കുന്നത് പല രീതിയിലും വെക്കാം. പക്ഷെ ഞങ്ങൾ സാധാരണ ഇങ്ങനെ തന്നെയാണ് വെക്കുന്നത്, മുളക് പൊടി ഇട്ടിട്ട് വെക്കുന്നത്. പല നാട്ടിലും പല രീതിയിലല്ലേ. അപ്പൊ ഇത് പരീക്ഷയായിട്ട് ഇല്ലാത്തവരൊന്ന് ചെയ്ത് നോക്കിയെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ചെയ്ത് നോക്കിയെന്ന്. ഇല്ലാത്തവരുണ്ടെങ്കിൽ ചക്കയുണ്ട്, വെള്ളക്കോളാണ്, അത് ഉണ്ടാക്കി കഴിയുമ്പോൾ ടേസ്റ്റ് ഇല്ലാന്ന് തോന്നുന്നവർ ഇങ്ങനെ ഒന്ന് പുഴുങ്ങി നോക്കുക. അതെ അതെ. അപ്പൊ അത് തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ. ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. ആ രുചി അതേ പുഴുങ്ങുന്ന പോലെ തന്നെ ഇരിക്കും. അതേ രുചി നമുക്ക് കിട്ടുന്നുണ്ട്. ചക്കയുടെ അതേ രുചി. ചക്കയുടെ രുചിയൊന്നും പോയിട്ടില്ല. ചക്ക ഇച്ചിരി ചുള നമ്മള് സാധാരണ വെള്ളം ഒഴിച്ച് അടുപ്പിൽ വെച്ച് ചക്ക വേവിക്കുന്ന പോലെ വെച്ചാൽ ഈ ചക്ക ഇപ്പം ശരിയാകത്തില്ല. അത് പുഴുങ്ങിയിട്ട് കൊള്ളത്തില്ല. നമ്മളിപ്പം സാവുനും അങ്ങനെ പറ്റിയെന്ന് എനിക്കണം. സാവ് വേണ്ടെന്ന് പറഞ്ഞെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ ഇവിടുന്ന് ചക്ക കൊടുക്കുന്നവരോടൊക്കെ പറയുന്നുണ്ട്, ഇങ്ങനെ അപ്പച്ചമ്പിന്റെ തട്ടിൽ വെച്ച് ഉണ്ടാക്കണം, എന്നാലേ ഉള്ളു ചക്കയ്ക്ക് പഴയ ടേസ്റ്റ് കിട്ടുള്ളൂ. വെള്ളം ഒഴിച്ച് അവിടെ ഞാൻ പറഞ്ഞു ആദ്യം അങ്ങനെ ഉണ്ടാക്കി വെള്ളം ഒഴിച്ച് പണ്ട് കൊണ്ടുപോയിക്കൊണ്ട് കഴിഞ്ഞ വർഷം കൊണ്ടുപോയി എങ്ങനെയല്ല വെച്ചോണ്ടിരുന്നേ. അപ്പൊ അത് ജോമോളെ ചീത്തയായി പോയെന്ന് എന്നോട് പറഞ്ഞു. വെള്ളക്കോളാ വെള്ളത്തിനകത്തായി പോയി എന്ന് പറയുമ്പോ അങ്ങനെ ചെയ്യണ്ട, ഇന്ന പോലെ ചെയ്യാൻ പറഞ്ഞു. അപ്പം വെച്ച് പറഞ്ഞു അതേ ടേസ്റ്റ് തന്നെ. അത് വീട്ടിൽ അമ്മയും കൊടുത്തല്ലോ. അമ്മയും തട്ടി വെച്ചിട്ടാ ഉണ്ടാക്കുന്നേ. അമ്മ നേരത്തെ പോലെ അങ്ങനെയാ. അപ്പൊ ഞാൻ ചോദിക്കും തട്ടി വെച്ച് എന്തിനാ ഇങ്ങനെ ഉണ്ടാക്കുന്നേ, നല്ലത് തന്നെ ഉണ്ടാക്കാൻ മേലേന്ന് ചോദിക്കും. അപ്പൊ ഒരു മഴക്കാലം കഴിയുമ്പോ അമ്മ എങ്ങനെ ചെയ്യുള്ളൂ. പക്ഷെ ഇത് ചുള കണ്ടാ വെള്ളക്കോളുണ്ടെന്ന് തോന്നുന്നില്ലല്ലേ. കട്ടിയില്ല. അതാണ്, അതുകൊണ്ടാണ് വെള്ളം പെട്ടെന്ന് അങ്ങോട്ട് അലുത്തു പോകും. അതാണ് സംഭവം. അപ്പോൾ ഇന്നത്തെ ഡിഷും കൂടെ പറയാം. രാവിലെ എന്താ ചക്ക, പിന്നെ പോർക്ക്. അപ്പോൾ പോർക്കെന്ന് പറഞ്ഞാൽ നാടൻ പോർക്കാണ് കേട്ടോ. നാടൻ പോർക്കാണ്. നാടൻ പോർക്കിനെ നമുക്കങ്ങനെ വളരെ അപൂർവമായിട്ട് കിട്ടാറുള്ളൂ. അത് കിട്ടി. ഇവിടെ നമ്മുടെ വല്യമ്മയുടെ ആങ്ങളുടെ മകനൊക്കെ അവിടെ ഫാമുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ അറിഞ്ഞു അവർക്കിങ്ങനെ ഫാമൊക്കെ ഉണ്ട്, ഫാം നടത്തുന്നുണ്ട്. അപ്പോൾ അവർ നാടൻ പന്നീനെ വളർത്തി കശാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ പോയി മേടിച്ചാണ്, അവൻ്റെ അടുത്ത് പോയി മേടിച്ചാണ് മാഞ്ഞൂരിന്ന്. കൂടുതലെന്ന് പറയുമ്പോൾ അത് വലിയ കൂടുതലെന്ന് പറയാനാണ്. നാടൻ പന്നിക്ക് വെയിറ്റ് കുറവാണ്. മറ്റേ റോക്കിനെ പോലെ വെയിറ്റ് ഇല്ല, അല്ലെ വെള്ളപ്പന്നി പോലെ വെയിറ്റ് ഇല്ല. അപ്പം അതിനുള്ള വില മേടിക്കണമല്ലോ, തീരെ കൊടുത്ത് നോക്കി വളർത്തുന്നതല്ലേ. പിന്നെ ഇപ്പോൾ ഉള്ള പിള്ളേർക്ക് പൊതുവേ ഈ ചക്കയും കപ്പയൊന്നും താല്പര്യമില്ല. ഉള്ള പിള്ളേർ വളരെ കുറച്ച് ചക്ക തിന്നാൻ മടിയാണ്. പിന്നെ ഇറച്ചിക്കറി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തിന്നാൻ കേട്ടോ. മീനായിട്ട് ഇവരോട് വലിയ താല്പര്യമൊന്നുമില്ല. അല്ല, കഴിഞ്ഞ ദിവസം പത്രത്തലവൻ്റെ വായിച്ചു കണ്ടില്ലേ, നമ്മുടെ ഇവർ ഗവേഷണം നടത്തി ചക്കയുടെ ഗുണങ്ങളെക്കുറിച്ച്, പച്ചച്ചക്കയുടെ ഗുണങ്ങളെക്കുറിച്ചുള്ള ഒരു വാർത്ത കഴിഞ്ഞ ദിവസം പേപ്പറിലുണ്ടായിരുന്നല്ലോ. കൊളസ്ട്രോള്, ഷുഗറുകാർക്കൊക്കെ ഭയങ്കര ഇതാണെന്നും പറഞ്ഞുകൊണ്ട്. പച്ചച്ചക്ക കേട്ടോ, പഴച്ചക്കയല്ല. പഴുത്ത ചക്കയല്ല, പഴുത്ത ചക്ക ഷുഗറിൻ്റെ കൂടുതലുണ്ട്. പച്ചച്ചക്ക ഉപയോഗിച്ച്, അതുകൊണ്ട് നമ്മുടെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എപ്പോഴും ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇഷ്ടമില്ലേലും ഒത്തിരി വ്യത്യാസം ഉണ്ടായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ പ്ലാവില്ലാത്തവർക്ക് ഒരു പ്ലാവൊക്കെ മേടിച്ച് വെച്ച് ഒക്കെ വളർത്തുക. ചെറിയ പ്ലാവൊക്കെ ഇപ്പോൾ കിട്ടുമല്ലോ ഇഷ്ടം പോലെ. പിന്നെ അതിനകത്ത് കുഴപ്പമെന്ന് വെച്ചാൽ ചില ബ്ലോക്ക് പ്ലാവുകളൊന്നും അത്ര നല്ലതല്ല. ഈ പുഴുങ്ങിയാലും കയ്പ്പ് രസമൊക്കെ ഉണ്ട്.
അല്ലെ പഴുത്താലും കൈ പ്രശ്നമുണ്ടാവുമല്ലോ. വരില്ലല്ലോ. ആ അത് തന്നെ. നാടൻ പ്ലാവിനെ പോലെ എന്തായാലും കിട്ടത്തില്ല. ഈ പ്ലാവ് തന്നെയാണെങ്കിലും 10-20 വർഷങ്ങൾക്ക് ശേഷമാണ് കായ്ക്കുന്നത്. ഇപ്പം നമ്മൾ തൊഴുത്തിൻ്റെ പുറകെ നിൽക്കുന്ന പ്ലാവും ഇതിൻ്റെ തന്നെ തയ്യാൻ തോന്നുന്നു. ഇത്ര നാളായിട്ട് ഇത് കായ്ച്ചില്ലല്ലോ. ആ ചക്ക ഉണ്ടാക്കിയിട്ട് പോകല്ലേ ഇതേ. ഇത് 10-20 വർഷം കൂടിയാണ് ഈ പ്ലാവ് ശരിക്കും കായ്ക്കാൻ തുടങ്ങിയത് തന്നെ. ഞങ്ങൾ ആദ്യമൊക്കെ എടുത്താൽ പൊങ്ങിയില്ല, വലിയ ആനച്ചക്കയായിരുന്നു. അത് ഞാൻ കമ്പിരിഞ്ഞ് പോയി, അതിന് കേടായിപ്പോയി. അതോടുകൂടിയാന്ന് തോന്നുന്നു. പിന്നെ അത് ഉണ്ടാകുന്നത് ഇതുപോലെ ഈ സമയത്താണ്. അതാണ് ഏറ്റവും വലിയൊരു ഗുണം. മറ്റേ ചക്കയുടെ സീസൺ കഴിയുന്ന സമയത്ത് ഉണ്ടാകുന്നതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. കൂഴയായി പോകേണ്ട ഒരു കുഴപ്പമുള്ളൂ. പക്ഷേ പച്ചയ്ക്ക് ഉപയോഗിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അത് കയറിയോ? നമ്മുടെ ഈ പുഴുക്കിളക്കുന്ന കോല് കൊണ്ട് ഇത് നമ്മൾ ഇളക്കിയിട്ട് കൊടുക്കുക കേട്ടോ. അടിയിലുള്ളതിനും കൂടി ഒരുപോലെ ഒന്ന് ആവി ശരിയാകാൻ വേണ്ടിയിട്ട്. മുകളിലുള്ളത് ഒരുവിധമായി. ഇനി അടിയിലുള്ളത് കണ്ടോ, ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. നേരത്തെ ഇതിന് നല്ല മഞ്ഞ കളറായിരുന്നു അല്ലേ? പിന്നെ ആ കളറൊക്കെ മാറി മാറി ഇപ്പം ചെറിയ മഞ്ഞയിലോട്ട് മാറി. അത് ഈ പ്രായമാകുന്നതിൻ്റെയൊക്കെ അനുസരിച്ചുള്ള കുഴപ്പമായിരിക്കും. എലിക്കുട്ടി പിന്നെ അങ്ങ് വന്ന് കിടക്കുകയോ ചെയ്തേ. നമുക്കും എല്ലാ സമയത്തും ഓടി നടപ്പൊന്നുമില്ല. ചക്കയും പോർക്കും ഉണ്ടാക്കും കേട്ടോ. ചക്കപ്പുഴുക്കും പോർക്കും അമ്മയ്ക്ക് ഇഷ്ടം. ചക്കപ്പുഴുക്കല്ലേ? പോർക്ക് കറി അമ്മയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ, നാടൻ പോർക്ക്. ചക്കപ്പുഴുക്കുണ്ടാക്കുമോ? ചക്ക ആ രാവിലെ പന്നി കുഴപ്പമില്ലല്ലോ. നമ്മള് അരപ്പിന് ഇടുക കേട്ടോ. ചക്ക വെന്തിട്ടുണ്ട്. അരപ്പിട്ടൊന്ന് ആവി കയറി കഴിയുമ്പോൾ നമുക്ക് എടുക്കാം. ഇപ്പോൾ ചക്കയൊക്കെ അത് അരപ്പിട്ടു. നമ്മൾ സാറിന് ഇടുന്ന പോലെ എലിക്കുട്ടിയമ്മ കിടക്കുവാണ്. എലിക്കുട്ടിയമ്മയ്ക്ക് പൽപ്പൊടി കൊടുത്താക്കാം. വിവാൻ രാവിലെ ഏറ്റ് പോകാനുള്ള പരിപാടിയൊക്കെ നോക്കണം. എന്നാ പല്ല് തേക്ക്, എണീറ്റ് വാ. പല്ല് തേക്ക് ബാ. ആ തേക്ക് ബാ. തേക്കാനാ വാ. അതിനാ എന്നാ പറ്റി? രാവിലെ ആയിട്ട് നടന്നാണല്ലോ. നടക്കാൻ മേലേ? ആര് പറഞ്ഞ്? ഇപ്പം രാവിലെ ആയിട്ട് ഓടി നടക്കുന്ന ഞാൻ കണ്ടതാണല്ലോ. നെയ്റ്റ് പല്ല് തേക്ക് ബാ. എണീക്ക്. ചില ദിവസം എലിക്കുട്ടിയമ്മ അങ്ങ് ഉഷാറായി കഴിച്ചാൽ ഭയങ്കര ഉഷാറാണ്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ നിങ്ങൾ കണ്ടില്ലായിരുന്നു? എന്നെ ഉഷാറുന്ന എലിക്കുട്ടിയമ്മ. ചിലപ്പോൾ എലിക്കുട്ടിയമ്മ അങ്ങോട്ട് ഭയങ്കര ഡൗണാ. ചിലപ്പോൾ കിടന്നിട്ട് തന്നെ അങ്ങ് കിടക്കും, ഏകിയില്ല. എവിടെയും കിടക്കും. ഈ തണുപ്പ് എൻ്റെ അവന്നപ്പം ഞാൻ തോന്നും ഈ പ്രശ്നമുള്ളത് അല്ലേ? എരി വാ. പല്ല് തേക്ക് ബാ. പല്ല് തേക്ക്. നമുക്ക് കഴിക്കാറായി. പല്ല് തേച്ച് ഗുളിക കഴിച്ചിട്ട് കഴിക്കണ്ടേ? അപ്പോൾ സമയം എടുക്കും. എണീക്ക്. പല്ല് തേക്കാനാണ് വിളിച്ചത്. പല്ല് തേച്ചിട്ട് ഗുളിക കഴിച്ചിട്ട് ഇച്ചിരി സമയം കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ. അന്നേരം തന്നെ ഭക്ഷണം ആകും. ചക്കപ്പുഴുക്കും പോർക്കറിയും റെഡിയാക്കുന്നുണ്ട്. വൈകിട്ടൊക്കെ കിടന്ന് നന്നായിട്ട് ഉറങ്ങിയതാണല്ലോ. എണീറ്റ് വരാനേ. ആ കേക്ക്. ഇച്ചിരി കഴിഞ്ഞ് ഇനിയിപ്പം സമയം പോകുന്നത്. ഗുളിക കഴിക്കണ്ടേ? എന്നിട്ട് വേണം കാപ്പി കുടിക്കാൻ. രാവിലെ ഏറ്റവും കൂടി നടത്താണല്ലോ. നടക്കാനൊക്കെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ പിടിച്ചോളാം. നടക്കുവാണേലേ വീഴുവാണേലേ ഞാൻ പിടിച്ചോളാം. ഇങ്ങനെ വേറെ തോന്നലുകളുള്ളതാണേ. ഏറ്റുവാ. എലിക്കുട്ടിയും വന്ന് മടി പിടിച്ചിരിക്കുവാണ്. ഇച്ചിരി കഴിഞ്ഞ് നമുക്ക് നോക്കാം. ഇപ്പം കുറച്ച് 2-3 ദിവസങ്ങളായിട്ട് എലിക്കുട്ടിയമ്മ ഭക്ഷണ കാര്യങ്ങളിലൊക്കെ ലേറ്റായിട്ടാണ് കഴിക്കുന്നത് അല്ലേ? സമയം മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പം പല്ല് തേക്കണ കാര്യത്തിലാണെങ്കിലും ഇപ്പം ടൈമിങ് മാറിപ്പോയതാന്ന് തോന്നുന്നു. രാവിലെ ആയിട്ട് കൂടി നടന്നതാണ്. ചക്കപ്പുഴുക്കാവി കയറി റെഡിയായി. ഇനി ഇളക്കിയാൽ മതി അല്ലേ? അപ്പം സാധാ ഇളക്കുന്ന പോലെ ഇളക്കി വെക്കുക. ആർക്കൊക്കെ അറിയാമായിരിക്കും അല്ലേ? പക്ഷെ എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞങ്ങളുടെ അയൽവക്കത്തുള്ള വീട്ടിലെ ആ ചേച്ചിക്കും അറിയത്തൊന്നുമില്ലായിരുന്നു. ഞാൻ പറഞ്ഞുകൊണ്ട് ആർക്കെങ്കിലും അറിയാൻ മേലാത്തവർക്ക് ഉപകാരപ്പെടുമെങ്കിൽ പെട്ടോട്ടെ എന്ന് ഓർത്തോണ്ടാണ് കേട്ടോ പറയുന്നത്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചിലപ്പം അറിയാൻ മേലാത്തതായിട്ടുണ്ടാവും. നമ്മളതുകൊണ്ട് ചക്ക പുഴുങ്ങാതെയൊക്കെ ഇരിക്കും. ഈ വെള്ളക്കോളാണല്ലോ എന്ന് ഓർത്ത് നശിപ്പിച്ച് കളയും സാധനം മഴയായതുകൊണ്ട്. പക്ഷെ മഴയത്ത് ചൂട് ചക്ക നല്ലതാണ്, ചൂടാണ്. നന്നായിട്ട് വെന്ത് കുഴയണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ വെച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ കുറച്ച് വെന്താൽ മതി എന്നുള്ളവർക്ക് വേവ് നോക്കി പാകത്തിന് അരപ്പൊക്കെ ഇട്ട് കുഴച്ചെടുക്കാവുന്നതാട്ടോ.
വേവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ കുറച്ചും കൂടെ നേരം ആവിയിൽ വേവിച്ചെടുക്കാം. വെച്ചെടുക്കുക. അപ്പോൾ നോർമലി നമ്മുടെ ഫ്രൂട്ട് റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം കുഴഞ്ഞിട്ടുണ്ട്. ഇനി കുഴക്കണം. നല്ലപോലെ കുഴഞ്ഞിട്ടുണ്ട് ഇന്ന്. കഴിഞ്ഞ ദിവസം ഞാൻ ഇത്രയും കുഴച്ചില്ലായിരുന്നേ. ആവി നമുക്ക് ആ വേവ് നോക്കി എടുത്താൽ മതി നമ്മുടെ ഇഷ്ടത്തിന്. ഇവിടെ ഉപ്പൊക്കെ റെഡിയാണ്. ഉണ്ടോ? ഉപ്പൊക്കെ ഉണ്ട്. പണ്ട് ഞാൻ ഓർക്കാം ഇങ്ങനെ ഈ പുഴുക്കുണ്ടാക്കിയ ഈ കോലില്ലേ, അപ്പൊ വിനായിട്ട് ചെറുതിലെ ഇവിടെ അടച്ചിടൂല്ലോ, അവിടെ ഒരു ബന്ധം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ പുള്ളി ഇങ്ങോട്ട് ഇറങ്ങി പണ്ട് ഈ ഇതൊന്നും ഇല്ലായിരുന്നു, കബേർഡൊന്നും ഇല്ലായിരുന്നു അല്ലേ. ആ അന്നേരം ഇവിടെ എല്ലാം ഇങ്ങനെ തുറന്നു കിടക്കും. ഇവിടെ എല്ലാം പാത്രങ്ങളാണ് വെച്ചത് രണ്ടു വശത്ത്. ആള് ഇറങ്ങി വന്നേച്ച് ഇതെല്ലാം നിരത്തി ഇങ്ങോട്ട് വെക്കും. എന്റെ പൊന്നെ എന്ത് പണിയായിരുന്നറിയാം. ഈ ഇവിടെ വാതിലിന്റെ അവിടെ രണ്ട് ബന്ധം വെച്ചിട്ടുണ്ടല്ലേ, അവിടെ വന്ന് നിന്നോണ്ട് അവിടെ നിന്നുള്ള സാധനങ്ങളെല്ലാം വലിച്ചിങ്ങോട്ട് എറിയും. ഈ കോലയിലുള്ളത് ഞാൻ കൊടുത്തു വിടും, അത് പിന്നെ തക്കിക്കൊണ്ടിരുന്നു ഒളിച്ചു നേരത്തേക്ക്. ക്ലോക്കിന്റെ ബാറ്ററി മാറിയില്ലല്ലോ. ക്ലോക്ക് ഇന്നലെ കേടായി പോയതാ, ബാറ്ററി പോയതാ. അത് മറന്നു. ഞാൻ 2 ട്രിപ്പ് പുറത്ത് പിന്നെ അങ്ങ് മറന്നു പോയി. ഞാൻ പോകാനുള്ള സ്ഥലത്തേക്ക് അങ്ങോട്ട് പോയി. കഴിഞ്ഞ ദിവസം മുഴുവൻ ഇച്ചിരി ഉപ്പ് കുറവായിരുന്നു എനിക്കാണ്. അത് മതി, ഏതെങ്കിലും ഒന്നേ മതി. ക്ലോക്കിന്റെ ബാറ്ററി അങ്ങ് മാറിയേക്കാം. എനിക്ക് എപ്പോഴും ഈ ക്ലോക്കിൽ സമയം നോക്കണത് പരിപാടി ഉണ്ട് കേട്ടോ. നമുക്ക് പെട്ടെന്ന് അപ്പുറത്ത് ഓടിപ്പോയി നോക്കണേക്കാൾ പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ സമയം അറിയാൻ പറ്റും. ഇപ്പൊ ഇന്നലെ കേടായതായിരുന്നു. ഇന്നലെ രാവിലെ നോക്കുമ്പോ 2 മണിയാ നിൽക്കുക. ഞാൻ ഇന്നലെ പറഞ്ഞതാ, ഇതുവരെ ചെയ്തില്ല. ഓർക്കുന്നവര് ചെയ്താൽ അവനോട് ഇരിപ്പുണ്ടായിരുന്നു, അവനെ കൊണ്ട് വീഴ്ചാൽ മതിയായിരുന്നു. ഞാനതിൽ 3 ട്രിപ്പ് ഓർത്തു. പിന്നെ അത് 2 ട്രിപ്പ് വന്നപ്പോൾ വേറെ കാര്യത്തിന് അങ്ങ് തിരിച്ചു പോയി. ഈ പോർക്കിന്റെ പരിപാടി അല്ലേ. ഒത്തിരി എണ്ണ വേണ്ട കേട്ടോ, നെയ്യുള്ളതല്ലേ. അതെ അതെ, കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. നാടൻ പോർക്കിന് നെയ്യാകുമ്പോൾ ടേസ്റ്റ് കൂടുതലല്ലേ. എനിക്ക് നെയ്യ് ഉണ്ടെങ്കിൽ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. നെയ്ക്കകത്ത് സവോള ഒന്ന് വഴറ്റിയെടുക്കണ്ടേ. ചിലവർ അത് തന്നെ ഞാൻ കുറെ ഊറ്റിക്കളയും കേട്ടോ. അത് ഊറ്റി വെച്ച് ഇരിക്കുന്നതെല്ലാം ഞാൻ ഊറ്റിക്കളയും. ഊറ്റി ഉപയോഗിക്കുന്നവരുണ്ട്, ഉണ്ട്. പക്ഷേ പണ്ടൊക്കെ ഉപയോഗിക്കുമായിരുന്നു. ഇപ്പം ആരും അങ്ങനെ ഉപയോഗം കുറവാന്ന് തോന്നുന്നു. എന്നാൽ ബാറ്ററി മാറ്റിയിടാം. അപ്പം നമ്മുടെ ക്ലോക്ക് റെഡിയാക്കി ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ സവോള വഴറ്റുവാണ്. പോർക്ക് ഫ്രൈ ആക്കാനുള്ള സവോള വഴറ്റുന്നു. ഞാൻ എലിക്കുട്ടിയമ്മ പൽപ്പൊടി മേടിച്ചില്ല. ഒന്നും കൂടെ എലിക്കുട്ടിയമ്മയ്ക്ക് പൽപ്പൊടി കൊടുത്ത് നോക്കാൻ പോകണം. എലിക്കുട്ടിയമ്മ ഇന്ന് ഇപ്പോൾ രാവിലെ ക്ഷീണഭാവമാണ് കാണിക്കുന്നത്. രാവിലെ ഏറ്റവും ഓടിയതിലൊക്കെ നടന്നതാണ്, അത് ശേഷമാണ്. തണുപ്പത്താണ് അമ്മയ്ക്ക് ഇവിടെ 2 ദിവസമായിട്ട് ചെറിയ ഇതുണ്ട്. വെയിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെയാണ്. പല്ലുതേക്കാ പല്ലുതേക്കാ ആ എന്നാ ബാ ഏക്ക്. ഇവിടെ വെച്ചിട്ട് പോയാൽ ശരിയാകില്ല, വെച്ചാൽ ശരിയാകില്ല. എലിക്കുട്ടിയമ്മ എടുക്കില്ല. ബാ ഏക്ക് ഏക്ക് ഉഷാറാക്. ആ എലി ഓടി നടക്ക്. ആ ഏക്കനെ എന്നാ വേണ്ട പൽപ്പൊടിയാ. ഏറ്റു വാ, എല്ലാവരും അന്വേഷിക്കുന്നു. വാ, എന്താ എലിക്കുട്ടിയമ്മ ഇങ്ങനെ കിടക്കണേന്ന്. 2-3 ദിവസമായിട്ട് നല്ല തണുപ്പാണ് വൈകിട്ട്. അതുകൊണ്ട് എലിക്കുട്ടിയമ്മയ്ക്ക് ഇപ്പം ഫാനൊന്നും വേണ്ട, തണുപ്പ് നന്നായിട്ടായതുകൊണ്ട്. അപ്പോൾ എലിക്കുട്ടിയമ്മ പൽപ്പൊടി മേടിച്ചില്ല. അവിടെ വെച്ചേക്കാൻ പറഞ്ഞു. അവിടെ വെച്ചിട്ട് വന്നാൽ ശരിയായില്ല. ചായ ഉണ്ടാക്കിയാൽ മതി ഉച്ചക്കത്തേനുള്ളല്ലേ. ഉച്ചത്തേക്കും വൈകിട്ടത്തേക്കും ഒക്കെ ആയിട്ടാണ്. രാവിലെ ചക്കപ്പുഴുക്കും കറിയും ഉണ്ടല്ലോ. പിന്നെ ഉച്ചയ്ക്ക് ചോറിന്, വൈകുന്നേരത്തേക്ക് കഞ്ഞിക്കും. ബീട്രൂട്ട് തോരൻ. ബീട്രൂട്ട് ഞാൻ കൊത്തി അരിയല്ല കേട്ടോ ചെയ്തേ, നമ്മൾ ഉരച്ചടിക്കല്ലേ. മറ്റേ സാധനത്തെ പെട്ടെന്ന് ആവി കയറിയാൽ മതിയല്ലോ, വേഗം ആവും. പണ്ട് കല്യാണങ്ങളൊക്കെ ഈ ബീട്രൂട്ട് ഇങ്ങനെ വട്ടത്തിലരിഞ്ഞ് ആവി കയറ്റി തരുന്നത്. എന്നിട്ട് ഒരു അതെന്നാ മോരിനകത്താണ്. അല്ല, അത് വെറുതെ അപ്പത്തിന്റെ കൂടെ ഒരു സാലഡ് പോലെ അല്ലേ. അതൊന്നും ഇല്ല, അതൊക്കെ നല്ലതായിരുന്നു. അതിപ്പോ അങ്ങനെ ഇല്ല. വട്ടത്തിലരിഞ്ഞിട്ട് സവാള ഉണ്ടല്ലോ സാലഡ് മാത്രമേ ഉള്ളൂ. നല്ല ചുമല കളറില് വിനാഗിരി ചേർക്കുന്നു അല്ലേ. ഇല്ല, ഒന്നുമില്ല, ആവി വേവിക്കുന്നു അത്രേ ഉള്ളൂ. അല്ല എന്നിട്ട് വിനാഗിരി ചേർക്കും. അല്ല, എണ്ണയിലിട്ട് എന്ത് വഴറ്റി ഒന്ന് എടുക്കുന്ന മാത്രമേ ഉള്ളൂ. അധികം ഒന്നും ഇല്ലെന്നേ, ചുമ്മാ ഒന്ന് ആവി കയറ്റി എടുക്കുന്ന പോലെയാ. വട്ടത്തിലരിഞ്ഞ നല്ല രസമായിരുന്നു അത്. അതൊന്നും ഞാനത് കഴിക്കുകയല്ലായിരുന്നു. ഇല്ലേ, ഇപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞ പച്ചക്കറികളൊക്കെ കൂടുതൽ കഴിക്കുന്നത്. ഒന്നും കഴിക്കുകയില്ല. നമ്മളുടെ വീട്ടിലുള്ളവർക്ക് ഇറച്ചി മീനുമാണ് കൂടുതൽ താല്പര്യം. പച്ചക്കറി അവരങ്ങനെ ഉപയോഗിച്ചിട്ടില്ല ഉള്ളത് പറഞ്ഞാൽ. ഇവിടെ കൂടുതൽ പച്ചക്കറിയാണ്. ഇവിടെ പണ്ടും പച്ചക്കറി ഉണ്ടായിരുന്നു. ഇവിടെ കൃഷി ഉണ്ടായിരുന്നതുകൊണ്ട് എല്ലാ പറഞ്ഞ് എല്ലാവരും കേട്ടുപെടുത്താണല്ലോ. പാവയ്ക്ക തന്നെ, പയറായ പയർ തന്നെ, കോവയ്ക്ക തന്നെ, പടവലങ്ങ തന്നെ. അങ്ങനെ ഒരു കണ്ടീഷനായിരുന്നു. എല്ലാ ദിവസവും
പച്ചക്കറി ഉണ്ടായിരുന്നു. മിക്സിൽ കൂടുതലും പച്ചക്കറി. എൻ്റെ ഇവിടെ മീനൊക്കെ മേടിക്കും, ഇറച്ചിയും ഉണ്ടായിരുന്നു. കുരുമുളക് പൊടി. കുരുമുളക് പൊടി എനിക്ക് അളവൊന്നുമില്ല കേട്ടോ, ഞാൻ എൻ്റെ ഒരു പാകം നോക്കി അങ്ങോട്ട് ഇടും. വേറെ എല്ലാം ഞാൻ മസാല എല്ലാം ചേർത്ത് വെച്ചിരിക്കുന്നതാണ്. ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ഇടുന്നേ ഉള്ളൂ. തലേദിവസം വേവിച്ച് മസാല എല്ലാം ചേർത്ത് പറ്റിച്ച് വെക്കും. എന്നാലേ അത് പിറ്റേ ദിവസത്തിന് എടുത്താലേ ഉള്ളൂ. അന്ന് തന്നെ കറി വെച്ചാൽ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. പന്നിക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്. പിറ്റേ ദിവസം പൊടിയൊക്കെ ഞാനിവിടെ പൊടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ തന്നെ മിക്സിയിലിട്ട് പൊടിക്കുന്ന കേട്ടോ. അതുപോലെ ഇത് ഇച്ചിരി എന്താണെന്നറിയാം, പെരിഞ്ചീരകപ്പൊടി. ഇതിവിടെ പൊടിച്ച് വെക്കുന്നതാണ്. മസാലകളൊക്കെ പൊടിച്ച് വെക്കുന്നതാണ്. മുളകും മല്ലി അരി എല്ലാം ഞാനിവിടെ പൊടിച്ച് വെച്ചുകൊണ്ടിരുന്നതാണ്. അരിയൊന്നും പൊടിപ്പിയില്ല. മുളക് പൊടി ഇവിടെ ഒരു മില്ലുണ്ട്, അവിടെ നിന്നല്ല നമ്മൾ വാങ്ങിക്കും അല്ലേ. അവിടെ നല്ല ക്ലീൻ ആയിട്ട് നീറ്റായിട്ട് നമ്മുടെ കൂട്ടുകാരൻ സാജൻ്റെ ഇടോസിന് അവിടെ ഇപ്പോൾ എല്ലാം നല്ല നീറ്റായിട്ട് നമ്മൾ മറ്റുള്ളവർ മേടിക്കുന്നതൊക്കെ നമുക്ക് ധൈര്യമായിട്ട് മേടിക്കാം. നല്ല അവിടെ ശുദ്ധമായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നമ്മളെല്ലാം അങ്ങോട്ട് മാറ്റി. നേരത്തെ ഇതിൽ ഞങ്ങൾ മേടിച്ച് കഴുകി ഉണങ്ങി പൊടിച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാം അവിടെ നിന്നാക്കി നമ്മൾ പോർക്ക് അങ്ങോട്ട് ഫ്രൈ ആക്കാനായിട്ട് ഇടുവാണ് കേട്ടോ. ഫ്രൈയല്ല, ചട്ടിക്ക് കൂട്ടാൻ വേണ്ടി ചെറിയൊരു ചാറുമൊക്കെ ആയിട്ടുള്ളൊരു കൂട്ട്. നല്ല ഫ്രൈ എന്ന് നമ്മൾ പറയുന്നില്ല, നമ്മളൊരു പെർലൻ ടൈപ്പ് അല്ലേ, പെർലൻ ടൈപ്പ്. പെർലൻ ഇവിടെ പെർലൻ എന്ന് പറയും. അതിന് ചെറിയൊരു ചാറുമൊക്കെ ആയിട്ട്, ഒരു ചാറില്ല ചെറിയ ചാറൊക്കെ ആയിട്ട് പെർലൻ എന്നാണ് ഇവിടെ പറയുന്നത്. ചോറിന് ഫ്രൈ. ചക്കയ്ക്ക് ഇച്ചിരി ചാറ്, ഒരു പൊടി. ഇവർക്കൊക്കെ ചാറ് വേണം, ഇച്ചിരി ചാറ് വേണം. എനിക്ക് വേണം നിർബന്ധമൊന്നുമില്ല. കപ്പയൊക്കെ കിട്ടുമ്പോൾ തിന്നുമ്പോൾ ഇച്ചിരി ചാറ് കൂട്ടി കഴിക്കുന്നല്ലേ അതിൻ്റെ രസം. ഹോട്ടലിലൊക്കെ ഇനി പറയുന്നത് റോസ്റ്റ് എന്ന് പറയും അല്ലേ. ഹോട്ടലിലൊക്കെ പറയുന്നത് റോസ്റ്റ്. ആ സദ്യകളിലും സദ്യ. പാസിങ് മറ്റേ വലിയ നീളത്തിലിരിഞ്ഞല്ലേ, കഷ്ണത്തില്. അത് നീളത്തിലിരിഞ്ഞ്, അത് നീളത്തിലിരിഞ്ഞ് പറഞ്ഞായോ. വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ബീറ്റ്റൂട്ട് ഇങ്ങനെ കുറച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളം ഉണ്ടാവും അതിനകത്ത്. അതൊന്ന് വറ്റിയെടുത്താൽ ഫുഡ് വൈകുന്നേരം മഴക്കാലം ആയതുകൊണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ ചീത്തയായി പോകും. വെച്ച് വൈകുന്നേരം വരെ ഇരിക്കുമ്പോഴേ അവിടെ നമ്മളെ സമയത്ത് ഉണ്ടാക്കണേ മതി. വേറെ കറി ഉണ്ടാക്കണം, അല്ലെങ്കിൽ എടുത്ത് മാറ്റി വെക്കണം, ഫ്രിഡ്ജിനെങ്ങാനും വെക്കണം. ഇത് ചൂടാക്കാൻ പറ്റും. ബീറ്റ്റൂട്ട് ആരും ചൂടാക്കി ഉപയോഗിക്കണ്ട എന്നാണ് പറയുന്നത്. അല്ലേ നിങ്ങൾക്ക് ചാറ് വേണ്ടേ? കഴിക്കാൻ വരാമായിരുന്നു. അതൊന്ന് നേരെ ഇട്ടായിരുന്നു. കഴിക്കാം. ഇത് നല്ല ഉറക്കാണല്ലോ. ഉറങ്ങി തീർന്നില്ലേ? മഴക്കാലായപ്പം തണുപ്പ്. പല്ല് തേച്ചിട്ടു അമ്മക്കേ. ഇല്ലെന്നേ, പല്ല് തേച്ചില്ല. വാ നമുക്ക് കഴിക്കാം. വാ പല്ല് തേച്ചിട്ട്. തണുപ്പിന്റെ പ്രശ്നമായിരിക്കാം. പല്ല് തേച്ചിട്ടോ നമുക്ക് കഴിക്കാം കേട്ടോ. ചെരുപ്പിട്ടിട്ട് നടക്ക്. പേലിക്കുട്ടി അമ്മ പല്ല് തേക്കട്ടെ. അതിനാ പറ്റിയേ? വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നോണ്ട് എന്നാ പറ്റി? വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നോണ്ട് ഭയങ്കര പ്രാച്ചിത്താണ് പല്ല് തേക്കണതൊക്കെ. ഇത്ര വേണ്ടൊരു വിഷയമില്ലല്ലേ. കഴിയണം നമുക്ക് അവിടെ. പല്ല് തേച്ചില്ലേ, തീർന്നല്ലോ. അവിടെ പോയി തേക്കാനായിരിക്കും അല്ലേ. കഴിക്കും. അതിനകത്ത് വെള്ളമുണ്ട്, കഴിക്കും. അതൊക്കെ പിന്നെ കഴുകാം. വായും മുഖം കഴുകേ. വായും മുഖമൊക്കെ കഴുകാനേ, അതൊക്കെ പിന്നെ കഴുകാന്നേ. നമ്മുടെ സുഖം പരിപാടിയാ. വായും മുഖം കഴുകേ. മുഖം കഴുകിയോ? കുട്ടിയമ്മേ, ഗുളിക കഴിക്കണ്ടേ? വെള്ളം കുടിക്കണ്ടേ? വെള്ളം കുടിക്കണം, ഗുളിക കഴിക്കണം. ഇത് വെള്ളം പിടിച്ചേ. അല്ല ഇവിടെ വെച്ചിട്ട് തരാം. എന്നാ അവിടെ ഒന്നും വീഴത്തില്ല. എന്നാ ഗുളിക ഇത് കഴിക്കും. അത് രാവിലെ ഒരു ഗുളിക കഴിക്കണം. അത് ഗ്യാസിൻ്റെ ഗുളിക. എലിക്കുട്ടിയമ്മ എപ്പോഴും ഭയങ്കര ഗ്യാസാന്ന് പറഞ്ഞാൽ. ഇവിടെ തണുത്ത വെള്ള, ചൂടാക്കി തണുത്ത വെള്ള, തണുത്ത് പോകണം. ഇപ്പോൾ ചൂടാക്കിയ വെള്ളം, അത് ചൂടാക്കിയ വെള്ളമാന്നേ. വെള്ളം ഇഷ്ടം പോലെ കുടിക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞേക്കണേ. അല്ലാതെ ഈ മൂത്രത്തിൽ പഴുപ്പൊക്കെ ഉണ്ടാവും, മൂത്രത്തിക്കേടുണ്ടാവും. എന്നാൽ ഇനി ആ വെള്ളം അന്നേരം നമുക്കത് ചായയുടെ അല്ല ഇതിൻ്റെ കൂടെ പുഴുക്ക് തിന്നുമ്പോഴത്തേനും കഴിക്കാം. ഇപ്പോൾ ഗുളികയുടെ കൂടെ അത്യാവശ്യം കഴിച്ചല്ലേ. പോർക്ക് റെഡിയായി, അങ്ങനെ സെറ്റപ്പായി. പോർക്ക് എപ്പോഴും ചൂടോടെ കഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മുടെ പുഴുക്കും പോർക്കൊക്കെ റെഡിയായി. എലിക്കുട്ടിയമ്മയൊക്കെ വന്നിരുന്ന് കഴിക്കുന്നുണ്ട്. വിമാനം കഴിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ഞങ്ങളുടെ കാപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രഭാത ഭക്ഷണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
പറഞ്ഞത്. എവിടെയൊക്കെയോ ഇരിക്കുന്ന ആൾക്കാർ. അല്ല നമ്മൾ കഴിക്കുന്നത് കൂടെ ആസ്വദിക്കട്ടേ, അതിലല്ലേ. അതിനുവേണ്ടി ഇല്ലാതെ പറയണേ. ചക്കപ്പുഴുക്ക് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് പറയണം കേട്ടോ, അഭിപ്രായം പറയണേ. അതെ, നമ്മളെ അവനവന്റെ പാകത്തിന് നോക്കിയെടുക്കാം. ഇത് കുറവുള്ളവർ അതനുസരിച്ച് ഒത്തിരി നേരം അവിയാറ്റണ്ട കേട്ടോ, നോക്കിയെടുത്താൽ മതി. അതെ അതെ, നോക്കട്ടെ. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇത് ചെയ്തിട്ടുള്ളവരും ഉണ്ട്, ചെയ്യാത്തവർ ചെയ്ത് നോക്കിയിട്ട്. ചക്ക ഇല്ലെങ്കിൽ നമ്മുടെ ഒരുപാട് നമ്മൾ ചക്ക തരാം. ചക്ക വേണ്ടവർക്ക് ഈ പെട്ടെന്ന് തീർന്നു പോകും. അത് നേരത്തെ ഉണ്ടായിപ്പോയതുകൊണ്ട് പെട്ടെന്ന് എല്ലാം കൂടെ വീഴുന്നുണ്ട്, പഴുത്ത് മൂത്ത് എല്ലാം കൂടെ ഏകദേശം ഒരേപോലെയാണ് പഴുത്ത് വീഴുന്നത്. അതുകൊണ്ട് അപ്പം നമ്മുടെ വീഡിയോകൾ ആദ്യമായി കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്നും കൂടെ ഓർപ്പിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇപ്പോൾ ഷെയറിംഗ് ഒക്കെ കുറവാണ്, എല്ലാവരും കണ്ടൊക്കെ മറന്നു പോകുന്നേ. ഷെയറിംഗ് ഒക്കെ കുറവാണ് ഇപ്പം. അതുപോലെ ഹൈപ്പ് ചെയ്യുന്ന കാര്യം മറന്നു പോകുന്നു. കമൻറ്റ് ചെയ്യുക, അതും പ്രധാനമാണ്. എലിക്കുട്ടിയമ്മ ആലോചിക്കുകയാണ് ഞാൻ എന്താണ് പറഞ്ഞത്. എലിക്കുട്ടിയമ്മയ്ക്ക് ഇന്ന് ക്ഷീണഭാവം അങ്ങ് മാറുന്നില്ല. രാവിലെ ഏറ്റവും രാത്രി മടുത്തു നിന്നാണ് ക്ഷീണമാണ്. അത് തന്നെയാണ് നമുക്ക് തന്നെ ഏറ്റിട്ട് നടക്കാൻ പാടുപെടുന്നു. കർക്കിടക മാസമൊക്കെ വരാൻ പോകല്ലേ എലിക്കുട്ടിയമ്മേ? കർക്കിടകം അമ്മ ഇപ്പോഴും വേറെ ഏതോ മാസത്തിലാ, മീനമാസത്തിലാ. കർക്കിടക മാസം ആവുക, മകരമാസം. കർക്കിടക മാസം ആകാൻ പോവാ. കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ എലിക്കുട്ടിയമ്മ ഉഷാറായി കേട്ടോ. എലിക്കുട്ടിയമ്മ കുളിക്കാഞ്ഞിട്ടാ ഉഷാറാഞ്ഞെന്ന് തോന്നുന്നു. കുട്ടിയമ്മ ക്ലിയറായിട്ട് കുളി കഴിച്ച് ഉഷാറായി, നെറ്റിയൊക്കെ മാറി നല്ല ഉഷാറായിട്ട് നിൽക്കുന്നു. പള്ളിയിലെങ്ങാണ്ട് പോവാ, പള്ളിയിലെങ്ങാണ്ട് പോവാ. സ്കൂട്ടറാ പോവാ. അതിങ്ങനെ ഇടയ്ക്ക് പോകണമല്ലേ, ചുമ്മാ സമയം കിട്ടുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ പോകുന്നതല്ലേ, ഇങ്ങനെ പോകണമെന്ന്. തിരുനാളൊന്നും ആയില്ലല്ലോ. തിരുനാളിനൊക്കെ സമയമുണ്ട്. അമ്മയുടെ വീഡിയോകൾ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ കാണുക.